ഹലോ ഗൈസ്, പഞ്ചാഗ്നി പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പുതിയ പ്രൊമോയില് നമ്മുടെ ഭാരതിയുടെ ആ ഒരു ശരീരം വീട്ടിൽ കൊണ്ടുവന്ന് കിടത്തിയിരിക്കുക. അപ്പൊ നമ്മുടെ മോളും നമ്മുടെ അച്ചുവും അഭിയും ഭയങ്കര കരച്ചിലാട്ടോ. അപ്പൊ നമ്മുടെ അമൃതയും അനഘയും തമ്മിൽ ഏകദേശം ഒരു അടിപിടി പോലെയാ. അപ്പൊ അനഘ പറയുന്നുണ്ട് അമൃതയോട്, ഒരിക്കലും ഇത് വിവേകിന്റെ കുറ്റമല്ല, നമ്മളുടെ കല്യാണം മുടങ്ങാതിരിക്കാൻ വേണ്ടിയാണ് വിവേക് അങ്ങനെ ചെയ്തത്. ഞാൻ ഒരിക്കലും വിവേകിനെ കുറ്റപ്പെടുത്തില്ല, വിവേകിനെ ശത്രുവായിട്ട് കാണുന്ന ആരുടെയും വീട്ടിലേക്ക് ഞാൻ ഇനി വരത്തൂല എന്ന് നമ്മുടെ അനഘ അമൃതയോട് പറയുന്നുണ്ട്. അപ്പൊ അമൃതയും ആ അബിയുടെ വീട്ടിലേക്ക് ഇതുവരെ പോയിട്ടില്ല കേട്ടോ. നമ്മുടെ ചന്ദ്രസേനൻ അവിടെയുണ്ട്, അബിയുടെ വീട്ടിലുണ്ട്. അപ്പൊ അബി വന്നിങ്ങനെ കർശനായിട്ട് പറയുന്നുണ്ട്, എന്റെ അമ്മയുടെ മരണത്തിന് കൂട്ടുനിന്ന ആരെയും ഞാൻ അമ്മയെ കാണുവാൻ അനുവദിക്കില്ല. പ്രത്യേകിച്ച് എന്റെ അച്ഛനെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ ഒരാള്, അയാളെയും വിവേകിനെ ഞാൻ ഒരിക്കലും കാണാൻ അനുവദിക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ കൃഷ്ണേട്ടൻ വന്നിട്ട് നമ്മുടെ അബിയുടെ കാല് പിടിക്കുന്നുണ്ട് കേട്ടോ. മോനെ, ഒരു നോക്ക് ഞാൻ അവളുടെ മുഖം ഒന്ന് കണ്ടിട്ട് ഞാൻ അപ്പൊ തന്നെ പൊയ്ക്കോളാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അബി ഏകദേശം ഈ അച്ഛൻ എന്തായാലും അച്ഛനല്ലേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ സമ്മതം മൂളാൻ പോകുമ്പോൾ നമ്മുടെ അച്ചു വന്നിട്ട്, വേണ്ട, ഈ മനുഷ്യൻ എന്റെ അമ്മയെ കണ്ടുപോകരുത് എന്നും പറഞ്ഞിട്ട് ഭയങ്കര കലിപ്പിൽ വന്ന് പറയുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ അച്ചുവിനായിരുന്നു നമ്മുടെ അച്ഛനോട് ഇച്ചിരിയെങ്കിലും ഇഷ്ടം ഉണ്ടായിരുന്നത്. ഇപ്പൊ അതും ഇല്ലാതാകുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇനി അമൃതയെ കാണിക്കുമോ എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം അല്ലെ. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.